ഇത് മധുരക്കിഴങ്ങാണ്. ഈ മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് നമുക്ക്. പലരും ഇത് ഷുഗറുകാർക്ക് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണെന്ന് കാണുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ ഇത് ഞാൻ പുഴുങ്ങുവാനായിട്ട് ഞാൻ കുറച്ചെടുത്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഈ കിഴങ്ങ് എപ്പോഴും പുഴുങ്ങിയേ കഴിക്കാവുള്ളൂ. പുഴുങ്ങുന്നതും കുക്കറിലിട്ട് പുഴുങ്ങാൻ പാടില്ല. ഈ കിഴങ്ങ് നമ്മൾ 30 മിനിറ്റ് കൊണ്ട് ചെറുതീയിൽ ഇട്ട് പെയ്യെ തിളപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഷുഗർ ലെവലെല്ലാം ഇതിൻ്റെ കുറയുകയും ഇത് നമുക്ക് വണ്ണം കുറയ്ക്കാനും പിന്നെ നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ മധുരക്കിഴങ്ങ് ഇതിനകത്തിലുള്ള മധുരക്കിഴങ്ങിലുള്ള വിറ്റാമിൻസിനെ കുറിച്ച് ഇതിനകത്തിൽ പൊട്ടാസ്യം ന്യൂട്രീഷൻ ഒത്തിരിയുള്ള കിഴങ്ങാണിത്. ന്യൂട്രീഷനിൽ വരുന്ന പൊട്ടാസ്യം, വിറ്റാമിൻ എ, കണ്ണിന് വേണ്ടുന്ന കണ്ണു രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രതിവിധികൾ എല്ലാം ഇതിനകത്തിലുണ്ട്. രോഗപ്രതിരോധ ശക്തിയുണ്ട് ഈ മധുരക്കിഴങ്ങിന്. പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത് ഏറ്റവും നല്ലതാണ്. ഹൃദയാരോഗ്യം, വൃക്കകളുടെ ആരോഗ്യം ഒക്കെ ഇത് വർദ്ധിപ്പിക്കും. രക്തസമ്മർദ്ദം ഇത് കുറയ്ക്കും. കാൽസ്യമുണ്ട് ഇതിനകത്തിൽ. അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത് നല്ലൊരു ഭക്ഷണമാണ്. അതുകൊണ്ട് ഇത് ഭക്ഷണമായിട്ട് കഴിക്കാൻ ആരും മറക്കരുത്. ക്യാൻസറിനെ ചെറുക്കുന്നതാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനകത്തിൽ ഒത്തിരി നാരുകളുള്ളത് കൊണ്ട് ദഹനത്തിന് വേണ്ടി നല്ലതാണ്. പിന്നെ ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും ഇത് കുറയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് പാകം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വന്നാൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോളും കൂടും. എണ്ണയ്ക്കകത്ത് പൊരിച്ചും ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിന് ഷുഗർ ലെവലൊക്കെ കൂടാൻ കഴിയും, കൊളസ്ട്രോൾ കൂടും. എന്നാൽ ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചീത്ത കൊളസ്ട്രോളിനെ മാറ്റിയിട്ട് ഇത് നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ നല്ല ഒരു വസ്തുവാണ്, നല്ലൊരു ആഹാരമാണ് ഇത്. പിന്നെ ഇത് നമ്മൾ തൈരൊക്കെ കഴിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനൊരു പ്രോബയോട്ടിക്കായിട്ട് ഇത് പ്രവർത്തിക്കും. അതുകൊണ്ട് ഗുണകരമായ ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഇത്. അതുകൊണ്ട് നമ്മുടെ കുടലിലുണ്ടാകുന്ന ക്യാൻസറൊക്കെ മാറ്റുവാൻ ഇത് നല്ലതാണ്. നല്ല ബാക്ടീരിയകൾ വളരുവാനും ഒക്കെ ഇത് ഒത്തിരി പ്രയോജനകരമാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി എല്ലാവരും ഭക്ഷിക്കണം. ഇത് നല്ല രീതിയിൽ തൊലിയോടുകൂടി തന്നെ ഇട്ട് പുഴുങ്ങി ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ ഇത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇത് ഭക്ഷണമാക്കി കഴിക്കണം. ഇത് നിങ്ങളുടെ രോഗത്തിന് എല്ലാം ഒരു പ്രതിവിധിയായിരിക്കും. ഇതൊരു സൂപ്പർ ഫുഡാണ്. അതുകൊണ്ട് ഇത് കഴിച്ച് എല്ലാവരും ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ ഇത് ഇടയാകട്ടെ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ മധുരക്കിഴങ്ങ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കണം. അതും പാകം ചെയ്യുന്നത് നല്ല രീതിയിലായിത്തീരണം എന്ന് ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുണ്ടാകും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.